ഹായ് ഓൾ, എല്ലാവർക്കും സുഖം ചേർക്കുന്നു. ഇന്നൊരു സ്റ്റഡി ടിപ്സ്, അതായത് ഞാൻ പഠിക്കുന്ന രീതി അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ, അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, പഠിക്കാനിരിക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അലാറം സെറ്റ് ചെയ്യുക. എത്ര മണിക്കൂറാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാനിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യമേ നിശ്ചയിച്ച് വെക്കുക. അതിന് ഒരു അലാറം സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടൈമർ സെറ്റ് ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ പഠിക്കാനിരിക്കാൻ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ തലേന്ന് തന്നെ നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനിക്കുക, എന്താണ് എനിക്ക് പഠിക്കാനുള്ളത്, എത്ര ചാപ്റ്ററാണ് എനിക്ക് പഠിക്കാനുള്ളത്, എപ്പോഴാണ് എൻ്റെ എക്സാം വരുന്നത്, എക്സാമിന് എത്ര ചാപ്റ്റർ ഉണ്ടാവും എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 മാസം കഴിഞ്ഞിട്ടാണ് എക്സാം ഉള്ളത്. അപ്പോൾ ഈ 2 മാസം നിങ്ങൾക്ക് എക്സാം ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ടീച്ചേഴ്സൊക്കെ എത്ര ചാപ്റ്ററാണ് എക്സാമിന് ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ആ എത്ര ചാപ്റ്ററാണ് എന്നുള്ളത് നിങ്ങളൊരു പ്ലാനറിലോ ഒരു ബുക്കിലോ എഴുതി വെക്കുക. ഒന്നാമത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, എക്സാം ഇന്നാണ് എന്നുള്ളത് നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് നിങ്ങളൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക, എക്സാം ടൈം ടേബിളൊക്കെ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് നിങ്ങൾ ഒരു ബുക്കിലേക്ക് മാറ്റിയത്. നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ സ്റ്റഡി പ്ലാനർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടൈം ടേബിൾ നിങ്ങൾ കാണുന്ന സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ ചിലപ്പം ടൈം ടേബിളൊന്നും തന്നിട്ടുണ്ടാവില്ല, ഡേറ്റ് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. എങ്കിലും ആ ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ടിലുള്ള കലണ്ടർ നിർബന്ധമായിട്ട് വേണം. അല്ലെങ്കിൽ ആ ഡേറ്റ് എങ്കിലും നിങ്ങൾ എന്താ മതി, ഹൈലൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ എത്ര ചാപ്റ്റർ നിങ്ങൾക്ക് ഉണ്ടാവും എക്സാമിന് എന്നുള്ളത് എഴുതി വെക്കുക നിങ്ങളുടെ സ്റ്റഡി പ്ലാനറിൽ. എന്നിട്ട് ഇനി എത്ര ദിവസം എക്സാമിന് ഉണ്ട് എന്നുള്ളതും നിങ്ങൾ എഴുതി വെക്കുക. ഇപ്പോൾ 2 മാസം എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 60 ദിവസം, 60, 62 അല്ലെങ്കിൽ 61 ദിവസമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഈ 62 ദിവസം കൊണ്ട് 61 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് 2, 3, 4, 5 ചാപ്റ്റർ പഠിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 5 ചാപ്റ്റർ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എത്ര പഠിക്കണം, ഒരു ആഴ്ച നിങ്ങൾ എത്ര പഠിക്കണം, 2 ആഴ്ച കൂടുമ്പോൾ എത്ര ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു കണക്ക് നിങ്ങൾ എഴുതി വെക്കുക. ഇപ്പം നമ്മൾ ആദ്യം എന്താണ് എഴുതിയത്, എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട്, പിന്നെ അതേപോലത്തെ എത്ര ദിവസമുണ്ട്, ഈ ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ എത്ര എന്നുള്ളതും നിങ്ങൾ എഴുതി വെക്കുക. മനസ്സിലല്ല വെക്കേണ്ടത്, എഴുതി വെക്കുക. ഒരു ദിവസം പഠിക്കേണ്ട ചാപ്റ്റർ എത്ര, അല്ലെങ്കിൽ ഒരു ദിവസം പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും, ചിലപ്പം നോട്ട്സ് എഴുതാനുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാനുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എഴുതാനുള്ളതും പിന്നെ പഠിക്കാനുള്ളത് പിന്നെ റിസർച്ച് ചെയ്യാനുള്ളത് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്റ്റഡി പ്ലാനറിൽ നിങ്ങൾ എഴുതി വെക്കുക. ആദ്യം തന്നെ നിങ്ങൾ ആ ടൈം ടേബിൾ നിങ്ങൾക്ക് പഠിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ പഠിക്കണം എന്ന് തീരുമാനിക്കുന്ന സമയം തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കേണ്ട ഫസ്റ്റത്തെ കാര്യമാണിത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണിത്. പഠിക്കാനൊക്കെ എന്താണ് പഠിക്കേണ്ടത്, കുറേ ബുക്കുണ്ടല്ലോ, എന്താ പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എവിടെ നിന്നാണ് അവസാനിപ്പിക്കേണ്ടത്, ഒന്നും തിരിയാത്തൊരവസ്ഥ. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റഡി പ്ലാനർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാലും ചില ആൾക്കാർക്ക് ബുക്ക് കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, തലകറക്കം, മടി അങ്ങനെയൊക്കെ ഉണ്ടാവും. അതായത് ഇത്രയും ബുക്ക് പഠിക്കണ്ടേ, ഇത്രയും ചാപ്റ്റർ പഠിക്കണ്ടേ, അല്ലെങ്കിൽ ഇത്രയും എങ്ങനെ പഠിച്ചു തീർക്കാൻ പറ്റുക, ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റുക. ഇപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വർക്ക് ചെയ്യുകയും വേണം, പഠിക്കുകയും വേണം, മറ്റു കാര്യങ്ങൾ നോക്കുകയും വേണം. എങ്ങനെ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ബുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തലകറക്കം ഉണ്ടാവും അല്ലേ, ഒരു പേടി ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെ പഠിച്ചു തീർക്കുക, എനിക്ക് എപ്പോഴാണ് ഇതൊക്കെ പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്നുള്ള ആദ്യം നമ്മൾ
അഫർമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുക, പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാളിൽ, നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ ആ വാളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അഫർമേഷൻസ്, ഒരു പോസിറ്റീവ് കോട്ട്സ്, നിങ്ങളുടെ ഗോള്, അതായത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടീച്ചർ ആവണമെന്നാണ് ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ഡോക്ടറാവണം, അല്ലെങ്കിൽ ഇന്ന പൊസിഷനിലെത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഗോൾ നിങ്ങൾ പിക്ചർ രൂപത്തിലായിട്ട് നിങ്ങളുടെ വാളിൽ ഒട്ടിക്കുക. അഫർമേഷൻസ് മസ്റ്റായിട്ട് എടുക്കുക. അഫർമേഷൻസ് നിങ്ങൾ ഇപ്പം എനിക്ക് പഠിക്കാൻ പറ്റും, എനിക്ക് ഇന്ന് നേടിയെടുക്കാൻ പറ്റും, എനിക്ക് ഫുൾ മാർക്ക് കിട്ടും, ഈ എക്സാമിന് ഫുൾ മാർക്ക് ലഭിക്കും, അതിന് ഞാൻ താങ്ക് യു പറഞ്ഞു, അഡ്വാൻസ് ഗ്രാറ്റുവിറ്റി തെറാപ്പി ഒക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ചെയ്യാം. എല്ലാവർക്കും ഉണ്ടാകുന്ന ടെൻഷനാണ് എക്സാം അടക്കുമ്പോൾ അല്ലേ. എനിക്ക് പഠിക്കാൻ പറ്റുമോ, ജയിക്കുമോ, ഞാൻ പഠിച്ചതൊന്നും എക്സാമിന് വരൂലേ, ടഫായിരിക്കുമോ എന്ന് വരാമിരിക്കുന്ന എക്സാമിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്കിപ്പോൾ പേടി. ആ പേടി കാരണം നിങ്ങൾ പഠിച്ചതൊക്കെ മറന്നു പോവുകയാണ് എക്സാമിൻ്റെ ആ സമയത്ത്. അല്ലെങ്കിൽ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഈ സമയത്തൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടെൻഷനൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. പക്ഷേ എക്സാമിൻ്റെ തലേന്ന് അല്ലെങ്കിൽ എക്സാം ഹാളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, പേടിയാണ്. ആ സമയത്ത് നിങ്ങളുടെ എല്ലാ പഠിച്ചതൊക്കെ നിങ്ങൾ മറന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പിയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്താണ് അഫർമേഷൻസ്? എനിക്ക് പഠിക്കാൻ പറ്റും, ഞാൻ പഠിച്ചത്, ഞാൻ ജയിക്കും, ഞാൻ വിജയിക്കും, എനിക്ക് ചെയ്യാൻ പറ്റും, എന്നുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ അഫർമേഷൻസ് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ പിൻട്രസ്റ്റിനൊക്കെ കിട്ടും കേട്ടോ. അഥവാ നിങ്ങൾക്ക് അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി അഫർമേഷൻസൊക്കെ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എന്താ ചെയ്യേണ്ടത്, അഫർമേഷൻസ് എഴുതി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടെൻഷൻ ഒന്ന് കുറക്കണം, ഒന്ന് കാമാവണം നമ്മൾ. അതിന് നമുക്ക് എന്ത് ചെയ്യും, ബ്രീത്തിങ് മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട തലേന്ന് തന്നെ നമ്മൾ ഇന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു ദിവസം ഏത് കാര്യമാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്, എത്ര ചാപ്റ്ററാണ് പഠിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്കാണെങ്കിൽ വലിയൊരു ടെക്സ്റ്റ് ബുക്കാണ്, ഭയങ്കര എന്താ പറയുക, തടിയുള്ള ബുക്കായിരിക്കും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക അല്ലേ. ആ ബുക്ക് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ടെൻഷൻ എന്നുണ്ടെങ്കിൽ ആ ബുക്കിനെ നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. എങ്ങനെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗം, ഒരാഴ്ച നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗം നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പ്രിൻ്റ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക, ഒരു നോട്ടിലേക്ക് എഴുതിയിട്ട് ആ ഒരു ചാപ്റ്ററുള്ളത്. ആ എഴുതിയത് അല്ലെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്ത അതുണ്ടല്ലോ, അത് മാത്രം നിങ്ങൾ സ്റ്റഡി ടേബിളിൽ വെക്കുക. ഈ ബുക്ക് കാണുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ടെൻഷനാവുന്നത്, എനിക്ക് ഇത്രയും പഠിക്കാൻ പറ്റുമോ, ഇത്രയും ചാപ്റ്ററിലെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, അതിന് വലിയൊരു സാധനത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, ചെറുതാക്കി വെക്കുകയാണ് അല്ലേ. അങ്ങനെ ആവുമ്പോൾ എല്ലാം ഈസി ആയിട്ട് മാറും നിങ്ങൾക്ക്. നമ്മളെപ്പോഴും മനസ്സിലേക്ക് കൊടുക്കുന്ന എന്താണ്, എനിക്ക് ഇത്ര ചാപ്റ്റർ പഠിക്കണം, 5 ചാപ്റ്റർ 6 ചാപ്റ്റർ എങ്ങനെ ഞാൻ പഠിച്ച് തീർക്കുക എന്നാണ് കൊടുക്കുക. നേരെ മറിച്ച് ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങളെ മൈൻഡിന് കൊടുക്കുക. എനിക്ക് ഈ ഒരു ദിവസം 2 ചാപ്റ്ററാണ് പഠിക്കാനുള്ളതെങ്കിൽ ഇത്ര പേജസാണ് എനിക്ക് പഠിക്കാനുള്ളൂ എന്നുള്ളത് പഠിക്കേണ്ടത് എന്നുള്ളത് കൊടുക്കുക. അല്ലെങ്കിൽ ഇത്രയും ചാപ്റ്റർ, ഇത്രയും സബ്ജക്റ്റ് എനിക്ക് പഠിക്കണ്ടേ എന്നുള്ള ആ ഒരു കനം കൂടിയ ഒരു ഭാരം എന്താവുക, നിങ്ങൾ മറക്കുക. അതിന് പകരം അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാക്കി മാറ്റി അതിൻ്റെ കുഞ്ഞു സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡിൽ കൊടുക്കുക. ഒരു ദിവസം നിങ്ങൾ ഇത്ര പഠിക്കുക. ആ ദിവസത്തെ കാര്യങ്ങൾ മാത്രം ഓർക്കുകയാണെങ്കിൽ, ആ ദിവസത്തെ കാര്യം മാത്രം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പ്രിൻ്റൊക്കെ എടുത്തു വന്നു സ്റ്റഡി ടേബിളിൽ വെച്ചു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ എല്ലാം ഹൈലൈറ്റ് ചെയ്ത് വെച്ചു. പിന്നെ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഓരോരുത്തർ പഠിക്കുന്ന രീതി വ്യത്യസ്തമാണ് കേട്ടോ. എല്ലാവരുടെയും പഠിക്കുന്ന രീതി ഒരേപോലെയല്ല. ചില ആൾക്കാർക്ക് പഠിക്കാനും ഈ ടീച്ചേഴ്സ് പറഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് തലയിൽ കയറും, ചിലർക്ക് അങ്ങനെയല്ല.
അവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ചിലർക്കത് കാണണം, അല്ലെങ്കിൽ അതൊരു പിക്ചർ രൂപത്തിൽ കാണണം, അല്ലെങ്കിൽ ആരെങ്കിലും നിരന്തരം ഇങ്ങനെ ഒരു ടീച്ചിങ് പോലെ ചെയ്യണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇങ്ങനെയൊക്കെയാണ്. ഓരോരുത്തരുടെ പഠന രീതി വ്യത്യസ്തമാണ്. നിങ്ങളുടെ പഠന രീതിയിൽ നിങ്ങളുടെ മൈൻഡിലൊക്കെ കയറുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ആദ്യം നിശ്ചയിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല എനിക്ക് കുറച്ച് നിങ്ങളുടെ തലയിൽ നിൽക്കണമെങ്കിൽ കുറച്ചധികം സമയം എടുത്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആവർത്തിച്ച് പഠിക്കുക എന്നതിന് പകരം നിങ്ങൾ ആ പേജ്, ഒരു ദിവസം നിങ്ങൾ പഠിക്കേണ്ട ആ പേജ് എന്ത് ചെയ്യുക, നിങ്ങൾ വായിച്ച് നോക്കുക. 2-3 പ്രാവശ്യം വായിച്ച് നോക്കുക. പിന്നെ അതേപോലെ 2-3 പ്രാവശ്യം നിങ്ങൾ വായിച്ച് 5-6 പ്രാവശ്യം നിങ്ങൾ വായിച്ച് കഴിഞ്ഞാൽ അതൊന്ന് റെക്കോർഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ വായിക്കുന്നത് റെക്കോർഡ് ചെയ്യാൻ നോക്കുക. ഈ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. ചില ആൾക്കാർക്ക് നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ടോ ആരെങ്കിലും പഠിപ്പിക്കുന്ന രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് തലയിൽ കയറും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് ഈ സ്റ്റെപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ ഒരു ദിവസം പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾ വായിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ, അത് കിടക്കുന്ന സമയത്തും അതേപോലെ തന്നെ പഠിക്കാൻ രാവിലെ എഴുന്നേറ്റ പാടും നിങ്ങൾ എന്ത് ചെയ്യുക, ആ റെക്കോർഡ് ഇയർഫോൺ വെച്ചിട്ട് നിങ്ങൾ കേൾക്കാൻ നോക്കുക. അത് ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുമ്പോഴായിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴായിക്കോട്ടെ, ക്ലാസ്സിൽ വെറുതെ ഇരിക്കുമ്പോഴായിക്കോട്ടെ, ഈ റെക്കോർഡ് എന്ത് ചെയ്യുക. ഇപ്പോൾ ക്ലാസ്സിൽ ഫോൺ എടുക്കാൻ പറ്റാത്ത ആണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ക്ലാസ്സിൽ ഫോൺ എടുക്കാം, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, ഈ ക്ലാസ് നിങ്ങൾക്ക് കേട്ടാൽ മതി. അതൊന്ന് ഓണാക്കി വെച്ചിട്ട് അവിടെ നിന്നാൽ മതി. ഈ ക്ലാസ് കാണേണ്ട ആവശ്യമില്ല, കേട്ടാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും അത് മറന്നു പോവുകയേ ചെയ്യില്ല നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ. പിന്നെ ചില ആൾക്കാർക്ക് എഴുതിയാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ മാത്സ് അതൊക്കെ നമുക്ക് എഴുതി പഠിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ, അത് എഴുതി പഠിക്കുക. മറ്റേ ആൾക്ക് മാത്സ് എന്നല്ല, ഇംഗ്ലീഷ് ആയാലും മറ്റ് സബ്ജക്റ്റ് ആയാലും എഴുതിയാൽ മാത്രമേ അവർക്ക് അവരുടെ മൈൻഡിൽ കയറൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കാൻ നോക്കുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഈ കേട്ട് കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ എത്തുമ്പോൾ ഒരു ദിവസം നിങ്ങൾ 2-3 പ്രാവശ്യം ആ റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ കേട്ട കാര്യങ്ങൾ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഒരു റഫ് നോട്ടിലേക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നുണ്ടോ, നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എഴുതാം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എഴുതാം. അല്ല, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല, ആ പഠിച്ച കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്നില്ല, പിന്നെയും റിപ്പീറ്റ് ചെയ്യുക. അത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേട്ടോണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. കുറച്ച് സമയം എടുക്കുക. നമ്മൾ പേടിക്കുന്നത് കൊണ്ടാണ് എനിക്ക് പറ്റൂലേ, ഇല്ലേ ഞാൻ തോറ്റു പോവോ, എല്ലാവർക്കും മാർക്ക് ഉണ്ടാവും, എനിക്ക് മാർക്ക് ഉണ്ടാവില്ലേ, എനിക്ക് ടഫായിരിക്കോ എന്നുള്ള പേടി കൊണ്ടാണ് നമുക്ക് പഠിച്ച കാര്യങ്ങൾ മറക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഇങ്ങനെ ഒരിക്കലും മറക്കൂല, എനിക്ക് പഠിക്കാൻ പറ്റും, എനിക്ക് എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റും, ഞാൻ വിജയിക്കും എന്നുള്ള അഫർമേഷൻസ് കൊടുക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു ധൈര്യമാണ് അല്ലേ. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ കൈയൊക്കെ നോക്കുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കൈയൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നത്. ഞാൻ 8D ആംഗിൾ ചെക്ക് ചെയ്യാണ് കേട്ടോ. അതായത് ഞാൻ ഇപ്പോൾ നിങ്ങൾ മുമ്പെന്ന് ഈ എഴുതുന്നത് 8D ആംഗിളിനെ കുറിച്ചിട്ടാണ് ഞാൻ നോട്ട്സ് എഴുതുന്നത്. അപ്പം ഈ 8D ആംഗിളിനെ ഇപ്പോൾ ഇതേപോലെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒരു ഇമേജ് രൂപത്തിൽ കാണാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം ഇമേജ് രൂപത്തിൽ കാണാൻ വേണ്ടി നോക്കുക. ആക്ടിവിറ്റികളാണെങ്കിൽ, ഇപ്പോൾ ചില ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കുക. അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾ നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാളോട് നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്ക്, ഞാൻ പഠിച്ചത് കേൾക്ക് എന്ന് നമ്മൾ അവർക്ക് ക്ലാസ് എടുക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. ഒരു ഫണ്ണ് എന്ന രീതിയിൽ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ പല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കിടക്കുന്ന സമയത്തും എഴുന്നേറ്റ് പാടും നിങ്ങൾ ആ ഇയർഫോൺ ഇട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കേട്ടല്ലോ. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആവർത്തിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട് എന്നുള്ളൊരു പേടി അല്ലെങ്കിൽ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. കാരണം നമ്മുടെ മൈൻഡ് നമുക്ക് മൂന്ന് മനസ്സുള്ളല്ലേ, ഉപബോധ മനസ്സ്, ബോധ മനസ്സ്, അവബോധ മനസ്സ്. അവബോധ മനസ്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. ബോധ മനസ്സ് നിങ്ങൾക്കറിയാം. ഉപബോധ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അത് മായാൻ കുറച്ച് പാടാണല്ലേ. അപ്പോൾ ഉപബോധ മനസ്സിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത്. അതിനാണ് നിങ്ങളോട് ഞാൻ രാത്രി കിടക്കുന്ന സമയത്തും രാവിലെ എഴുന്നേറ്റ് പാടും നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും പഠിത്തവും ഈസി ആവട്ടെ, എല്ലാവർക്കും നല്ല മാർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഠിക്കുന്ന രീതി എന്ന് വെച്ചാൽ ആദ്യം എനിക്ക് എഴുതാനുള്ള കാര്യങ്ങൾ എഴുതി, പിന്നെ വായിക്കാനുള്ളത് വായിച്ചു, പിന്നെ ചില കാര്യങ്ങൾക്ക് റിസർച്ച് ചെയ്യാനുണ്ടാവും. അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഒന്ന് റിസർച്ച് ചെയ്തെടുത്തു. ഒന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ പിൻട്രസ്റ്റിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഉണ്ടാവും നമ്മൾ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം. അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഫോണിൽ റെക്കോർഡ് ചെയ്യാണ് ഞാൻ വായിക്കുന്ന കാര്യങ്ങൾ. എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഒരാൾക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുകയാണ് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുകയാണ് എന്നുള്ള, ഞാൻ ഒരു ടീച്ചറാണ്, ആ ടീച്ചർ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു വോയിസ് റെക്കോർഡ് ഉണ്ടാക്കുകയാണ്. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ്, എനിക്ക് തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഞാൻ മാത്രമുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിലാണ് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതേപോലെ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് വെറുതെ ഇരിക്കുമ്പോൾ കേട്ടാൽ മതി. എപ്പോഴും ബുക്ക് എടുത്ത് നോക്കേണ്ട, അതൊന്ന് കേട്ട് പഠിക്കുക. നമുക്ക് കേട്ട് പഠിക്കുന്നതും എഴുതി പഠിക്കുന്നതും പറഞ്ഞ് പഠിക്കുന്നതൊക്കെ ഡിഫറെൻ്റാണ്. ഓരോരുത്തർക്കും ഓരോന്നാണ്. നമ്മൾ അതാണ് നോക്കേണ്ടത്. നമുക്ക് എങ്ങനെ പഠിച്ചാലാണ് മനസ്സിലേക്ക് പെട്ടെന്ന് കയറാൻ പറ്റുക ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഏതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാത്തിനെ കുറിച്ചിട്ടും ഒരു ജേണൽ പോലെ എഴുതിയെടുക്കുക. ഇപ്പം പറഞ്ഞ് പഠിക്കുന്ന സമയത്തുണ്ടാകും നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ മൈൻഡിലേക്ക് കയറുന്നത് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ് പഠിക്കുമ്പോൾ കേട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ജേണൽ പോലെ അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ജേണൽ പോലെ എഴുതി വെക്കുക. ഇപ്പം നിങ്ങൾ കാണുന്നത് അതാണ്. ഒരു ആൾക്ക് ഞാനൊരു മുമ്പിൽ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അവർക്ക് ഞാൻ പഠിപ്പിച്ച് കൊടുക്കുകയാണ്. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മുമ്പിൽ കാണുന്ന ആ നോട്ടിലുണ്ടല്ലോ, ആ നോട്ടിലുള്ള കാര്യങ്ങൾ ഞാൻ ഒരാൾക്ക് പഠിപ്പിച്ച് കൊടുക്കുന്ന രീതിയിലാണ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ ഈ റെക്കോർഡ് ആരും കേൾക്കില്ല, ഇത് എനിക്ക് മാത്രം കേൾക്കാനുള്ള വോയിസ് റെക്കോർഡാണ് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം നമുക്ക് പഠിക്കാൻ സമയമില്ല. ഒരുപാട് ആൾക്കാർ പറയുന്ന കാര്യമാണ് പഠിക്കാൻ സമയമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലാക്കിയിട്ട് നിങ്ങളൊരാളെ പഠിപ്പിക്കാമെന്ന് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ചെയ്യുക. നിങ്ങൾക്ക് ബസ്സിലിരിക്കുമ്പോൾ, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത്, വർക്കിങ്ങിൽ ഫ്രീ ടൈം ഇരിക്കുന്ന സമയത്ത്, നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത്, എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്, ഫ്രീ ആയിട്ട് എന്ന് പറയാൻ വർക്ക് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾക്ക്, അതായത് അത്ര മൈൻഡ് കൊടുക്കാത്ത വർക്ക് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട, അങ്ങനെ വണ്ടിയിൽ ഇരുന്നാൽ മതി, ഇങ്ങനെ ആൾക്കത് കേട്ടാൽ മതി. ഇപ്പം ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ചുറ്റും കുറേ ആൾക്കാർ ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. അപ്പം അവിടെ നമുക്ക് ഇയർഫോൺ ഇട്ട് ഇതേപോലെ ചെയ്യാം. കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇയർഫോൺ ഇട്ടത് ഇത് കേട്ടുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ പഠിത്തത്തെ വലിയൊരു സംഭവമാക്കി കാണാതിരിക്കുക. നമുക്കെപ്പോഴുള്ള പേടിയാണ് പഠിത്തം വലിയൊരു പഠിക്കണ്ടേ എന്നുള്ളൊരു ഭാരമായിട്ട്. എങ്ങനെ കാണാതിരിക്കുക, പഠിത്തത്തെ ഈസി ആക്കുക.
ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ചെറിയ ടിപ്പെങ്കിലും നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ അതേപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള വീഡിയോസ് ഇനിയും വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇനിയുള്ള വീഡിയോസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്താം കേട്ടോ.